കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ചിലേക്ക് എല്ലാവരെയും ഞാൻ അൺഒഫീഷ്യലി വെൽക്കം ചെയ്യാണ്. അങ്ങനെ അൺഒഫീഷ്യലി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. കാരണം ഒഫീഷ്യലി വെൽക്കം ചെയ്യാൻ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട്, ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ട് വി ഹാവ് ദി ഡയറക്ടർ. മകൾ വന്ന് സ്വപ്നം പറയുമ്പോൾ, ആളുടെ ഒരു ത്രെഡ് പറയുമ്പോൾ യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞ് പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയി നിൽക്കാൻ അതൊരു അച്ഛന് മാത്രമേ പറ്റുള്ളൂ. നമസ്കാരം, സ്വാഗതം നല്ലൊരു വാക്കാണ്. ആദ്യമായി ഈ ഭൂമിയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് നമ്മളെ ജീവിതത്തിലേക്ക്. പിന്നീട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വാഗതത്തിലൂടെയും നമ്മളിപ്പോൾ ഇതാ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സ്വാഗതം. കേക്ക് സ്റ്റോറി എന്ന സിനിമ ഇപ്പം മധുരം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇപ്പോൾ ഇത്തിരി ഡയബറ്റിക് ഉണ്ടെങ്കിൽ പോലും മധുരത്തോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കുണ്ട് ഡയബറ്റിക്, എന്നാലും എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ മധുരമാണ് ഈ കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മധുരമാണ്, പ്രണയത്തിൻ്റെ മധുരമാണ്, സൗഹൃദത്തിൻ്റെ മധുരമാണ്, നിറങ്ങളുടെ മധുരമാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹാരിതയാണ് കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ വില്ലനാണെന്നോ ഹീറോ ആണെന്നോ. ഞാനിവിടെ ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി നമ്മളെ വില്ലനാക്കി. അതിന് കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മനോഹരമായ ഒരു സബ്ജക്റ്റാണ്. ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയൊക്കെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത് അണിയിച്ചൊരുക്കുന്ന ഒരു കൊച്ചു മനോഹരമായ സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ എന്ത് വേഷം ചെയ്യുന്നതിപ്പോൾ ഞാൻ പറയുന്നില്ല, മുഖ്യ കഥാപാത്രമാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നി. ഞാൻ എൻ്റെ പേര് കണ്ടു കഴിഞ്ഞു, എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനും സുനിലുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയാണ്. അത് സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത, ഭരണകൂടം, അങ്ങനെ കുറേ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും കുറച്ച് പ്ലാനുകളൊക്കെ മുന്നോട്ടുണ്ട്. അപ്പം എനിവേ എല്ലാവർക്കും നന്ദി. ഹോണറബിൾ മിനിസ്റ്ററും അവരുടെ എല്ലാ അനിയങ്ങൾക്കും കൂടെ വന്നതിന് നന്ദി. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. നമസ്കാരം. വെൽക്കം ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ജോണി ആന്റണി ഓൺ ടു ദി സ്റ്റേജ്. ബഹുമാനപ്പെട്ട സെൻട്രൽ മിനിസ്റ്റർ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്തായാലും ബാബുവാനിക്ക് ശേഷം ജൂണിയാനിക്ക് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബീനാന്റണിയെ സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റിയില്ല. അങ്ങനെ ആന്റണിമാരൊരു പടം തന്നെയുണ്ട് ഈ സിനിമയിൽ. എന്തായാലും ഞാനായി എൻ്റെ സിനിമയുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സംവിധാന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് മദ്രാസിൽ നിൽക്കുന്ന സമയത്ത് അന്നൊരു നവാഗത സംവിധായകൻ ഉണ്ടാകുന്നു. നമ്മൾ നോക്കുമ്പോൾ ആരാണ്? സുനിൽ കാരന്തൂർ. ചിത്രം പ്രിയപ്പെട്ട കൊക്കു, തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് ദേവസാചാരൻ്റെ മോൻ നിർമ്മിക്കുന്ന സിനിമ. ആ സിനിമ ജ്യോതിഷനൊക്കെ അഭിനയിച്ചു, നല്ല പാട്ടുകൾ, പടം ഭയങ്കര ഹിറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതും ചെയ്ത സിനിമ മാനത്തെ കൊട്ടാരം. അന്ന് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായി. അപ്പോൾ മാനത്തെ കൊട്ടാരം ഭയങ്കര ഹിറ്റാണ്. അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ പുതുതായിട്ട് വന്നിട്ട് നമ്മുടെ മിമിക്രിയിലുള്ള ദിലീപ് നല്ല റോളാണ്. നാദിഷ, ഖുഷ്ബു, സുരേഷ് ഗസ്റ്റ് അപ്പിയറൻസ്. അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നീട് എനിക്ക് ഒരുപാട് ബാബുട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗാന്ധാരി. മാധവി, ബാബുവേട്ടൻ്റെ ടീം, ചാരുഹാസൻ സാറ്, അങ്ങനെ ഒരു വലിയ ടീം അഭിനയിച്ച സിനിമ. ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഒരുവിധ. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുനിലേട്ടനോട് എനിക്കുണ്ട്. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിലെനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. സുനിൽ സാറിനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെയും വളരെയധികം ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ മൂവിയിൽ നായകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കൂടാതെ ജോണി ചേട്ടൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജോണി ചേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ. ഇപ്പം ഞാനിതാ ജോണി ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റും കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര
നേരത്തെ പറഞ്ഞ കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ഏപ്രിൽ 19 തിയേറ്ററിൽ റിലീസാവുന്ന പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവിധ സപ്പോർട്ടും തരിക. താങ്ക് യു സോ മച്ച്. കേക്ക് സ്റ്റോറി മൂവിയുടെ ഓഡിയോ ലോഞ്ച് ആണ് നടക്കാൻ പോകുന്നത്. ചിത്രവേദ ആൻഡ് JKR Films presents കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഇവന്റ് ആണ് നടക്കുന്നത്. ഓഡിയോ